യേശുവേനാഥ, ദിവ്യകാരുണ്യ സ്വരൂപ, അങ്ങേ തിരുമുൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈശോ, എന്ത് വലിയ സ്നേഹമാണ് നീ ഞങ്ങളോട് കാണിച്ചിരിക്കുന്നത്. കേവലം ഒരപ്പമായി നീ ഇന്ന് ഞങ്ങളുടെ അരികിലേക്ക് അണഞ്ഞിരിക്കുന്നുവല്ലോ തമ്പുരാനെ. ഈ ഒരു ആരാധനയെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ജോലി അന്വേഷിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. ജോലിയില്ലാതെ വേദനിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ്. അവരോടൊപ്പം ഇരുന്ന് ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോ, ഇതാ ഞങ്ങൾ വരുന്നു.
ഈശോ, ഇതായി ഞങ്ങൾ നിൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു. ജോലിയെക്കുറിച്ചുള്ള ആശങ്കയുണ്ട് തമ്പുരാനെ, ഭാവിയെക്കുറിച്ചുള്ള ആകുലതയുണ്ട് ഈശോയെ. തികച്ചും അനിശ്ചിതാവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇതാ നിൻ്റെ മുൻപിൽ ഞങ്ങൾ വന്നു നിൽക്കുകയാണ്, നിറമിഴികളോടെ, ചിലരെങ്കിലും താഴ്ന്ന ശിരസ്സുകളോടെ, ആശങ്കയും ആകുലതയും നാണക്കേടും പരാജയവും ദുഃഖവും ഭാരവും ഒക്കെ ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ തളർത്തുവാണ് തമ്പുരാനെ. എല്ലാ ഭാരങ്ങളോടും ചുമടുകളോടും ആകുലതകളോടും കൂടെ നിൻ്റെ മുന്നിൽ തമ്പുരാനെ ഞങ്ങൾ അടയുമ്പോൾ ഈശോ, നീ ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ, നിന്റെ ഇടയനാണ് ഞാൻ, നിന്റെ ഇടയനാണ് ഞാൻ, ഭയപ്പെടേണ്ട. മരണത്തിൻ്റെ താഴ്വരയിലാണെങ്കിലും തോൽവിയുടെ പടുകുഴിയിലാണെങ്കിലും ഈശോ, ഞങ്ങൾ തനിച്ചല്ല, ഞങ്ങളെ നയിക്കുന്ന ഇടയനായി നീ കൂടെയുണ്ടല്ലോ. വേദപുസ്തകത്തിലെ അതിമനോഹരമായിട്ടുള്ള ആ ഒരു സങ്കീർത്തന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്കൊരു നിമിഷം ഒന്ന് തിരിക്കാം. സങ്കീർത്തനം 23. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഈശോ, ഈ വചനത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഒരു വചനത്തെ പൂർണ്ണബോധ്യത്തോടുകൂടെ ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഞങ്ങൾ ഈ ഒരു സങ്കീർത്തനം ആലപിച്ച് പാടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, ഈ ഒരു ബോധ്യം ഞങ്ങളുടെ ബുദ്ധിയിലേക്ക്, ഞങ്ങളുടെ മനസ്സിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക്, ഞങ്ങളുടെ ആശങ്കകളിലേക്ക് ഈശോയെ നീ നിറയ്ക്കണമേ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവില്ല. കർത്താവാണെന്നിടയൻ, എനിക്കൊന്നിനും കുറവില്ല. നമുക്ക് ഒരുമിച്ച് ഏറ്റുപാടാം ഈ ഒരു വചനത്തെ. കർത്താവാണെന്നിടയൻ, എനിക്കൊന്നിനും കുറവില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. കർത്താവാണെന്നിടയൻ, എനിക്കൊന്നിനും കുറവില്ല. കർത്താവാണെന്നിടയൻ, എനിക്കൊന്നിനും കുറവില്ല. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. കർത്താവാണെന്നിടയൻ, എനിക്കൊന്നിനും കുറവില്ല. കർത്താവാണെന്നിടയൻ, എനിക്കൊന്നിനും കുറവില്ല. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണെന്നിടയൻ, എനിക്കൊന്നിനും കുറവില്ല. കർത്താവാണെന്നിടയൻ, എനിക്കൊന്നിനും കുറവില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞ് ഒഴുകുന്നു. കർത്താവാണെന്നിടയൻ, എനിക്കൊന്നിനും കുറവില്ല. കർത്താവാണെന്നിടയൻ,
അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണെന്നിടയൻ, എനിക്കൊന്നിനും കുറവില്ല. കർത്താവാണെന്നിടയൻ, എനിക്കൊന്നിനും കുറവില്ല. ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈശോയെ, ഞാൻ ഉപയോഗമില്ലാത്തവനാണ്, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ നാടിനും വീടിനും വേണ്ടാത്തവനാണ്, വീടിന് പ്രയോജനമില്ലാത്തവനാണ്, ഒന്നിനും കൊള്ളില്ലാത്തവനാണെന്നൊക്കെ ചിന്തകൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നു പോയിട്ടുണ്ട്. ഒരു ജോലിയില്ലാത്തതിൻ്റെ പേരിൽ ഈശോ ഞങ്ങൾ ഒത്തിരി വേദനിച്ചിട്ടുണ്ട്, വേദനിക്കുന്നുണ്ട്. ഈശോ, ഞങ്ങളുടെ ആകുലതകളെ നീ അറിയുന്നല്ലോ, ഞങ്ങളുടെ വേദനകളെ നീ കാണുന്നല്ലോ. പ്രിയപ്പെട്ട മകനെ, മകളെ, ഈശോ ഈ നിമിഷം നമ്മോട് പറയുന്നു, യു ആർ വാല്യുബിൾ ഇൻ മൈ സൈറ്റ്. യു ആർ വാല്യുബിൾ ഇൻ മൈ സൈറ്റ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു വചനത്തെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. യെശയ്യാ 43:4 നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. നിനക്ക് ജോലിയില്ലെങ്കിലും ഈശോയ്ക്ക് നീ വിലപ്പെട്ടവനാ. നിനക്ക് ശമ്പളം ഇല്ലെങ്കിലും ഈശോയുടെ മുന്നിൽ നിന്റെ മൂല്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല. പ്രിയപ്പെട്ട മകനെ, മകളെ, ഈശോ ഇന്ന് നമ്മോട് പറയുന്നു, നിന്റെ മൂല്യം നിന്റെ ശമ്പളമല്ല, നിന്റെ മൂല്യം നിന്റെ ശമ്പളമല്ല, നിന്റെ മൂല്യം നിന്റെ ജോലിയല്ല. നീ ദൈവത്തിൻ്റെ മുന്നിൽ അമൂല്യനാണ്. എൻ്റെ ജോലി നോക്കി, എൻ്റെ ശമ്പളം നോക്കി എന്നെ വിലയിരുത്തുന്ന ഒരു ലോകത്ത് മകനെ, മകളെ എന്ന് നീ ഈശോയെ ഞങ്ങളെ വിളിക്കുന്നല്ലോ. എൻ്റെ ജോലി നോക്കി എന്നെ വിലയിരുത്തുന്നവരുടെ ഇടയിൽ മകനെ, മകളെ എന്ന് ഈശോയെ നീ ഞങ്ങളെ വിളിക്കുന്നല്ലോ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ? എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ? ഇടറല്ലേ, പതറല്ലേ, തളരല്ലേ, നീ അഭയമേകാൻ ഞാൻ കൂടെയില്ലേ? ഇടറല്ലേ, പതറല്ലേ, തളരല്ലേ, നീ അഭയമേകാൻ ഞാൻ കൂടെയില്ലേ? മത്തായി 6:31 മുതലുള്ള വചനങ്ങളിൽ ഈശോയെ നീ പറയുന്നല്ലോ, നിങ്ങൾ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട. വയലിലെ ലില്ലികളെ നോക്കുവിൻ, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഈ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇവയെല്ലാം പരിപാലിക്കുന്നവനായി നീ എന്നെ പരിപാലിക്കുന്ന എനിക്ക് ഉറപ്പാണ് തമ്പുരാനെ, എനിക്ക് ഉറച്ച വിശ്വാസമാണ് തമ്പുരാനെ.
ഈശോയെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നീ വീണ്ടും 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 ആവർത്തിച്ചു പറയുന്ന വചനം ഇതാണല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. ഡു നോട്ട് ഫിയർ, ഐ എം വിത്ത് യു. നമ്മുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ മുഴങ്ങട്ടെ ബൈബിളിലെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട ആ ഒരു വചനം, ആ ഒരു വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഡു നോട്ട് ഫിയർ, ഐ എം വിത്ത് യു. ഡു നോട്ട് ഫിയർ, ഐ എം വിത്ത് യു. ഈശോ, ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ പേടിയെ നിനക്ക് സമർപ്പിക്കുക. ഈശോ, ഈ ആശങ്കയും പേടിയും നീ ഏറ്റെടുക്കണേ. ജോലിയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ട് തമ്പുരാനെ. ഈ പേടിയെയും ഈ ഭയത്തെ നീ ഏറ്റെടുക്കണമേ. സുഹൃത്തുക്കളുമായിട്ട് എന്നെ തന്നെ ഞാൻ ഒത്തിരി കമ്പയർ ചെയ്തു പോകുന്നുണ്ട് ഈശോയെ. എൻ്റെ മുന്നിൽ ഞാൻ ബഹുമാന്യനും വിലപ്പെട്ടവനുമാണെന്ന് ഉള്ള ബോധ്യം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണേ തമ്പുരാനെ. കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട് ഈശോയെ. എന്താ ജോലിയാവാത്ത, എത്രയാ ശമ്പളം എന്നൊക്കെ ചോദിക്കുന്നവർ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ട് തമ്പുരാനെ. ഈശോയെ, ഈ ആകുലതയും ഈ സമ്മർദ്ദത്തെയും ഈ ആശങ്കയൊക്കെ നീ ഏറ്റെടുക്കണേ. പക്ഷെ ആളുകൾ കൂടുന്നിടത്ത് ഫംഗ്ഷനുകളിലൊക്കെ പോകാൻ പേടിയാണ് തമ്പുരാനെ. ആളുകളെ ഫേസ് ചെയ്യാൻ മടിയാണ് തമ്പുരാനെ. കാരണം അവർ ചോദിക്കും ജോലിയെക്കുറിച്ച്, ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ചൊക്കെ. പറയാനൊന്നുമില്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നാണക്കേട് തോന്നിയിട്ടുണ്ട് ഈശോയെ. വിലയില്ലാത്തവനാണ്, കഴിവില്ലാത്തവനാണൊക്കെ തോന്നിപ്പോയിട്ടുണ്ട് തമ്പുരാനെ. ഈശോ, ഞങ്ങളുടെ ആശങ്കകളെ നീ സ്വീകരിക്കണേ. കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ ഒരു ഭാരമാണെന്ന് തോന്നിപ്പോയിട്ടുണ്ട് തമ്പുരാനെ. ഈശോ, ഞങ്ങളുടെ എല്ലാ ആശങ്കകളും നിനക്ക് സമർപ്പിക്കുന്നു. ഉറങ്ങാൻ കഴിയാത്ത ഞങ്ങളുടെ രാത്രികളെ സമർപ്പിക്കുന്നു. കരഞ്ഞു കരഞ്ഞു തീർത്ത രാവുകളെ സമർപ്പിക്കുന്നു. ആരോടും പങ്കുവെക്കാത്ത ഞങ്ങളുടെ വേദനകളെ നൽകുന്നു തമ്പുരാനെ. ജോലി തേടി നടന്നിട്ടും കിട്ടാത്ത ദിവസങ്ങളെ സമർപ്പിക്കുന്നു. തോറ്റുമടങ്ങിയ ഇന്റർവ്യൂകളെ സമർപ്പിക്കുന്നു. റെസ്യൂമെ അയച്ചിട്ടും മറുപടി കിട്ടാത്ത ദിവസങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാം നിന്റെ ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ നൽകുന്നു ഈശോയെ. നീ എടുക്കണേ, നീ സ്വീകരിക്കണേ, നീ മാറ്റിമറിക്കണേ. ഈശോ, നീ തെരഞ്ഞെടുത്തവരും നീ സ്വീകരിച്ചവരും നീ വലുതാക്കിയവരൊന്നും ഒത്തിരി അറിവോ പണമോ ഒന്നും ഇല്ലാത്തവരായിരുന്നു. പഴയ നിയമത്തിൽ ജോസഫിനെ ഞങ്ങൾ കാണുന്നുണ്ട്. അവൻ തടവറയിലാണ് കഴിഞ്ഞത്. ജോലിയും കാത്ത് തടവറയിൽ കഴിഞ്ഞ ജോസഫ്. ദാവീദിനെ ഞങ്ങൾ കാണുന്നുണ്ട്. അഭിഷിക്തനായിരുന്നിട്ടും ഒരു നായയെ പോലെ പേടിച്ചു വിരണ്ടോടി അലഞ്ഞു നടന്നത് അവന്റെ ദിനങ്ങള്. മോശയെ ഞങ്ങൾ കാണുന്നുണ്ട്. മരുഭൂമിയിൽ അലഞ്ഞു നടന്ന മോശ. കർത്താവേ, ഇവരുടെ ഒന്നും ജീവിതങ്ങളെ അങ്ങ് നാശത്തിലേക്ക് വിട്ട് കളഞ്ഞില്ലല്ലോ. ഇവരുടെ എല്ലാം ജീവിതങ്ങളിൽ നീ ഉയർച്ച കൊടുത്തില്ലേ? എനിക്കറിയാം ഈശോ, ഞാനിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു കാത്തിരിപ്പിന്റെ ദിവസങ്ങള് ഒന്നിന്റെ അവസാനമല്ല. ഒന്നും ഇവിടെ തീരുന്നില്ല, ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ഡിലേ ഇസ് നോട്ട് ഡിനയൽ. ഡിലേ ഇസ് നോട്ട് ഡിനയൽ. ഈശോ, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചൊരു ശുഭകരമായ ഭാവിയുണ്ട്. നീ ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച സ്വസ്ഥമായൊരു ഭാവിയുണ്ട്. മോഹനമായൊരു ജോലിയുണ്ട്. നല്ല ശമ്പളമുണ്ട്. ഈശോ, ഞങ്ങൾക്കറിയാം ഈ നിമിഷം ഞങ്ങൾക്ക് നീ മാത്രം മതി ഈശോയെ. ഈ നിമിഷം നീ മാത്രം മതി ഈശോയെ. ഞങ്ങൾക്ക് നീ മാത്രം മതി ഈശോയെ.
നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. എനിക്കൊന്നും വേറൊന്നും വേണ്ട ഈശോയെ. എൻ്റെ എല്ലാ ആകുലതകളെയും ആശങ്കകളെയും ഒക്കെ ഞങ്ങൾ മറക്കുന്നു. ഈ നിമിഷം നീ മാത്രം മതി ഈശോയെ. നീ മാത്രം മതി. അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കുക. ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈശോ നീ അരുളി ചെയ്തുവല്ലോ. ആ വചനത്തിനെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നീ മാത്രം മതി, മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി ഈശോയെ. ഉള്ളുരുകി ഹൃദയമുരുകി ഞങ്ങൾ നിലവിളിക്കുന്നു ഈശോയെ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. ഞങ്ങളുടെ വേദനകളെ മറന്ന്, ഞങ്ങളുടെ ആശങ്കകളെ മറന്ന്, ഞങ്ങളുടെ ആകുലതകളെ മറന്ന്, ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും മറന്ന് നീ മാത്രം മതി എന്ന് തിരിച്ചറിയുന്നു ഈശോയെ. നീ മാത്രം മതി എന്ന് കരഞ്ഞു പാടുന്നു ഈശോയെ. നീ മാത്രം മതി. ഒരിക്കൽ കൂടെ ഹൃദയപൂർവ്വം പാടാം, ചേർന്ന് പാടാം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. എൻ്റെ ഈശോയെ, എല്ലാം നിന്റെ കരങ്ങളിൽ ഭദ്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. എല്ലാം നിന്റെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സുരക്ഷിതമാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. തമ്പുരാനെ, എല്ലാ ആശങ്കകളെയും ഏറ്റെടുത്തവനെ നിനക്ക് നന്ദി, നിനക്ക് സ്തുതി, നിനക്കൊരായിരം ആരാധന. യേശുവേ, അവിടുത്തെ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഹൃദയം മുഴുവൻ നന്ദിയാണ്. ഞങ്ങളെ നിന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതിന്, ഞങ്ങളുടെ കണ്ണീർ കണങ്ങളെ തുടച്ചു നീക്കുന്നതിന്, ഞങ്ങൾക്ക് ഉറപ്പും പ്രത്യാശയും ബലവും നൽകുന്നതിന് താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതം അപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. വാഴ്ത്തിടുന്നിതാ
സ്വർഗരാജ്യം